ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 7. ഒരു തിരഞ്ഞെടുപ്പ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക. ആവർത്തന പുസ്തകം 30 അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒരു പ്രിയ സുഹൃത്തിൻ്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഞാൻ അവളുടെ അമ്മയുമായി സംസാരിച്ചു. അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് അനുചിതമാണെന്ന് കരുതി അങ്ങനെ ചോദിക്കാൻ ഞാൻ മടിച്ചു. അവൾ സങ്കടപ്പെട്ടു. പക്ഷേ ഞാൻ എൻ്റെ വിമുഖത മാറ്റി അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു. അവളുടെ മറുപടി, കേൾക്കൂ, ഞാൻ സന്തോഷം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ സ്വന്തം ജീവിതത്തിലെ ചില അസുഖകരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ പാടുപെടുന്ന എന്നെ അവളുടെ വാക്കുകൾ സഹായിച്ചു. അവളുടെ വാക്കുകൾ ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഇസ്രായേലിയർക്ക് മോശ നൽകിയ കൽപ്പനയും എന്നെ ഓർമ്മിപ്പിച്ചു. മോശയുടെ മരണത്തിനും ഇസ്രായേലിയരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനത്തിനും തൊട്ടുമുമ്പ് അവർക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് അവർ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മോശ പറഞ്ഞു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അവർക്ക് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് നന്നായി ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് അവനിൽ നിന്ന് പിന്തിരിഞ്ഞ് മരണത്തിൻ്റെയും നാശത്തിൻ്റെയും അനന്തര ഫലങ്ങളുമായി ജീവിക്കാൻ കഴിയും. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നാമും തിരഞ്ഞെടുക്കണം. നമ്മുടെ ജീവനായുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷം തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ നിഷാദാത്മകവും ബുദ്ധിമുട്ടുള്ളതുമായ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് അത് നമ്മുടെ സന്തോഷം കവർന്നെടുക്കാൻ അനുവദിക്കാം. സന്തോഷം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് പരിശീലിക്കുകയും സഹായത്തിനായി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും ചെയ്യണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നതിനാൽ നമുക്ക് സന്തോഷം തിരഞ്ഞെടുക്കാൻ കഴിയും. ചിന്തിക്കുക, ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കിടയിലും നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം തിരഞ്ഞെടുക്കാൻ കഴിയും. ദൈവത്തിന് മഹത്വം.